റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് ATM നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ATM ഉപയോഗ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം പ്രതിമാസ സൗജന്യ ATM ഇടപാട് പരിധി കഴിഞ്ഞുള്ള അധിക ATM ഉപയോഗങ്ങൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് പരമാവധി 23 രൂപ ഈടാക്കിയിരുന്നു. നേരത്തെ ഇത് 21 രൂപയായിരുന്നു. ഇതുപ്രകാരം SBIയിലെ സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്ക് എല്ലാ മാസവും 5 സൗജന്യ ATM ഇടപാടുകൾ ലഭിക്കും. ശരാശരി പ്രതിമാസ ബാലൻസ് അനുസരിച്ച് മറ്റ് ബാങ്ക് ATMകളിൽ കൂടുതൽ സൗജന്യ ഇടപാടുകൾക്ക് അർഹതയുണ്ടാകും. 25,000 മുതൽ 1 ലക്ഷം വരെ അക്കൗണ്ട് ബാലൻസ് ഉള്ളവർക്ക് മറ്റ് ബാങ്ക് ATMകളിൽ 5 സൗജന്യ ഇടപാട് ലഭിക്കും. ബാലൻസ് 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ പരിധിയില്ലാത്ത സൗജന്യ ഇടപാടുകളും ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് സൗജന്യ പരിധികൾക്ക് ശേഷം സ്വന്തം ATMകളിലെ അധിക ഇടപാടുകൾക്ക് 15 രൂപയും GSTയും മറ്റ് ബാങ്ക് ATMകളിൽ 21 രൂപയും GSTയും ബാധകമാണ്. HDFC ബാങ്കിൽ സ്വന്തം ATMകളിൽ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ അനുവദിക്കും. പരിധി കഴിഞ്ഞാൽ ഓരോ അധിക പണം പിൻവലിക്കലിനും 23 രൂപ GSTയും ഈടാക്കുന്നതാണ്. ബാലൻസ് പരിശോധിക്കൽ, മിനി സ്റ്റേറ്റ്മെന്റ്, പിന്നുമാറ്റൽ എന്നീ ഇടപാടുകൾ സൗജന്യമായി തന്നെ തുടരാൻ സാധിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സൗജന്യ പരിധികൾ തീർന്നതിന് ശേഷമുള്ള മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗങ്ങൾക്ക് 23 രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് 11 രൂപയും ഈടാക്കും. കൂടാതെ GSTയും ബാധകമാണ്. ICICI ബാങ്കിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ ഉൾപ്പെടെ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകളാണ് ബാങ്ക് അനുവദിക്കുന്നത്. സൗജന്യ പരിധിക്ക് ശേഷം അധിക സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് 21 രൂപയും GSTയും ഈടാക്കും. ബാലൻസ് പരിശോധിക്കൽ, പിന്നുമാറ്റൽ തുടങ്ങിയ സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഓരോ ഇടപാടിനും 8.50 രൂപയും GSTയുമാണ് ഈടാക്കുന്നത്. ATM ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ള ചാർജുകൾ മനസ്സിലാക്കി വേണം ബാങ്ക് ATMകൾ കൃത്യമായി ഉപയോഗിക്കുവാൻ.